പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. എല്ലാവർക്കും വിശ്വസ പിതാവിൻ്റെ തിരുനാൾ പങ്കാളിന് നേരുന്നു. ഇന്ന് 2026 മാർച്ച് 19. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ വിശ്വസ പിതാവിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. വിശ്വസപ്പിൻ്റെ എല്ലാ സ്നേഹവും നന്മയും കരുതലും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ജോസഫ് നാമധാരികളായിരിക്കുന്ന എല്ലാവർക്കും തിരുനാൾ പങ്കാളിന് നേരുന്നു. പ്രിയമുള്ളവരെ, ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാനൊരു പ്രത്യേക കാരണമുണ്ടായി. വിശ്വസ പിതാവിനെ കുറിച്ച് ഞാൻ ഒത്തിരി നാളായിട്ട് വർഷങ്ങളായിട്ട് ധ്യാനിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ചെറുപ്പകാലം മുതൽ ഞാൻ വിശ്വസ പിതാവിനെ കുറിച്ച് ധ്യാനിക്കുകയും വിശ്വസ പിതാവിനെ സ്നേഹിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് വിശ്വസ പിതാവിനോട് ഒത്തിരി സ്നേഹം തോന്നാനുള്ളൊരു വചനഭാഗം, വിശ്വസ പിതാവ് ബെത്ലഹേമിലേക്ക് റോമ രാജാവിൻ്റെ ഇതനുസരിച്ച് തൻ്റെ പേര് പരിശുദ്ധമറിയത്തിൻ്റെ എല്ലാം പേര് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കണക്കെടുപ്പിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുമ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പം യേശു പിതാവിന് ഉണ്ടായ ഒരു മാനസിക വിഷമങ്ങളെപ്പറ്റി ഞാൻ എപ്പോഴും ധ്യാനിച്ചിട്ടുണ്ട്. അതായത് കണക്കെടുപ്പിന് ചെല്ലുമ്പോൾ പരിശുദ്ധ മറിയം പൂർണ്ണ ഗർഭിണിയാണ്. അപ്പം കഴുതപ്പുറത്തായിരിക്കും ഒരു പക്ഷേ യാത്ര ചെയ്തത്, കുതിരപ്പുറത്ത് അറിയത്തില്ല. എന്തായാലും അവിടെ കൊണ്ടു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പരിശുദ്ധ അമ്മയ്ക്ക് ഡെലിവറി പെയിൻ വന്നപ്പോൾ പെട്ടെന്ന് അവിടെ ആരെയും പരിചയമില്ല. എന്ത് ചെയ്യും? ഇന്നാണെങ്കിലോ ആംബുലൻസോ ഫോണ് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ അന്ന് യാതൊരു ഫെസിലിറ്റികളും ഇങ്ങനത്തെ ഒന്നും സ്പീഡായിട്ട് ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റികളില്ലായിരിക്കുമ്പോൾ യേശു പിതാവ് ഓരോ വീടിൻ്റെ വാതിക്കലും കയറി എൻ്റെ ഭാര്യയ്ക്ക് പ്രസവിക്കാൻ കുറച്ച് സ്ഥലം തരാമോ എന്ന് ചോദിച്ച് ഓരോ വീടിൻ്റെ വാതിലും മുട്ടുന്നു രാത്രി സമയത്ത്. അതൊന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് വല്ലാത്ത വിഷമം എപ്പോഴും നമ്മൾ ചങ്ക് പറയുന്നൊരു അവസ്ഥയാണ്. എപ്പോഴും നമ്മൾ അമ്മമാരുടെ ദുഃഖമൊക്കെ പറയാൻ ആൾക്കാരുണ്ട്. അമ്മ കരഞ്ഞെന്ന് നമ്മൾ മക്കൾ കണ്ണി കാണുന്നുണ്ട്. അപ്പം അമ്മയുടെ പക്ഷെ അപ്പം കരയാത്തൊരപ്പൻ, കരയാതെ കുടുംബത്തിൻ്റെ ഭാരം വഹിക്കുന്ന അപ്പന്മാരാണ് അധികമുള്ളത്. യേശു പിതാവിൻ്റെ ഏറ്റവും കൂടുതൽ മധ്യസ്ഥം പറയാൻ പറ്റുന്നത് ഇതുപോലുള്ള അപ്പന്മാർക്ക്. യേശു പിതാവിനോട് മധ്യസ്ഥം ചോദിക്കണം അങ്ങനെയുള്ള അവസരം വരുമ്പോൾ. എത്ര വിഷമമുള്ള സമയം, ഏത് സമയത്തും പ്രസവം നടക്കാൻ, കുഞ്ഞിനെ കിടത്താൻ ഒരു സ്ഥലമില്ല, അതിനുവേണ്ടി ഒന്നും കരുതിയിട്ടില്ല. ഒരു തുണിയോ അങ്ങനെയുള്ള ഒരു സാധനം കരുതിയിട്ടില്ല. തിരിച്ച് ചെന്നിട്ടൊക്കെ ഡെലിവറി ആവുള്ളൂ എന്ന് ഓർത്തിട്ടുണ്ട്. പക്ഷേ സമയമായി, ദൈവത്തിൻ്റെ സമയമായിരുന്നു. അപ്പം യേശു പിതാവ് അനുഭവിച്ചൊരു മാനസിക വിഷമം. ആരും സ്ഥലം കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? മാതാവ് ഓൾറെഡി നല്ല വിഷമത്തിലാണുള്ളത്. ആ പെയിനും പിന്നെ മനസ്സിൻ്റെ പക്ഷേ യേശു പിതാവ് ഈ അമ്മ അനുഭവിച്ച അതേ ഡെലിവറി പെയിൻ അതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് യേശു പിതാവ് അനുഭവിച്ചു എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളത്. കാരണം എൻ്റെ ഭാര്യ ഒരു നല്ല പ്രസവത്തിനൊന്നും ഒരുക്കാൻ ഒരു സ്ഥലം പോലും ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എത്ര അപ്പൻ എന്തോരം ആ ഭർത്താവ് എത്ര വിഷമിച്ചിട്ടുണ്ടാവും. എങ്കിലും ആ പുൽത്തൊട്ടി ക്ലീനാക്കി അവിടെ കൊണ്ടുപോയിട്ട് മാതാവിനെ ഡെലിവറിക്ക് വേണ്ടി കിടത്തിയപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ആരുണ്ടായിരുന്നു അവിടെ? യേശു പിതാവിനും വലിയ പ്രായമൊന്നും കാണത്തില്ല. അപ്പോൾ ആ ഒരു ഡെലിവറിയൊക്കെ എടുക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ യേശു പിതാവിനുണ്ടാവും. അപ്പോൾ ആ ഡെലിവറി എടുത്തു, കുഞ്ഞിനെയും അമ്മയും രണ്ടാക്കി, കുഞ്ഞിന് വേണ്ടുന്ന പ്രൊട്ടക്ഷൻ കൊടുത്തു, അമ്മയ്ക്ക് ഉള്ള സൗകര്യങ്ങളാക്കി കൊടുക്കണം. ഈ പശുക്കളൊക്കെ ഉള്ളതിൻ്റെ അവർ മാത്രമേ ഉള്ളൂ ദൃക്സാക്ഷികളായിട്ട്. ഈ സമയത്ത് എല്ലാം ആ ഭർത്താവ് അനുഭവിച്ചൊരു വേദന അതെന്നെ ഒത്തിരി ഞാൻ ധ്യാനിച്ചിട്ടുള്ളൊരു വിഷയം. അപ്പോൾ അപ്പന്മാരുടെ എല്ലാം മധ്യസ്ഥനാണ്. 90% അപ്പന്മാരും ഒത്തിരി ഭാരം വഹിച്ചുകൊണ്ടാണ് കുടുംബജീവിതം നയിക്കുന്നത്. അപ്പോൾ എന്നും അവർക്ക് മധ്യസ്ഥം വഹിക്കാൻ ഏറ്റവും നല്ലൊരു മധ്യസ്ഥൻ യേശു പിതാവ് തന്നെയാണെന്ന് ഞാൻ പറയുന്നത്. യേശു പിതാവിനെ സഭയിലും അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഒരു ലെവൽ വരെ നിർത്തിയിട്ടുള്ളൂ. അതൊക്കെ മുകളിലോട്ട് നമ്മൾ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഒരു സാധാരണ വിശുദ്ധന്മാരെയൊക്കെ നമ്മളിപ്പോൾ ധനുസുണ്ടാളിനെയും യൂദാസിനെയും ഒക്കെ നമ്മളൊത്തിരി നവേന ചെറുപ്പം പ്രാർത്ഥന. പക്ഷേ യേശു പിതാവിന് അതിൻ്റേതായ ഒരു സ്ഥാനം നമ്മൾ കൊടുക്കുന്നില്ലേ എന്ന് എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു വേദനയോടെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. യേശു പിതാവ് ആരാ? ദൈവത്തിൻ്റെ അപ്പൻ, ദൈവത്തിനെ വളർത്തിയെടുത്ത വളർത്തപ്പൻ. അപ്പോൾ ദൈവത്തിനെ 33 വയസ്സ് വരെ മനുഷ്യനായി അവതാരം ചെയ്ത ദൈവത്തിനെ ദൈവത്തെ ഒട്ടും കളയാതെ എന്നാൽ മനുഷ്യനായിട്ട് തന്നെ വളർത്തി ഉയർത്തി
33 വയസ്സ് വരെ കുരിശ് വഹിക്കാൻ തക്ക യോഗ്യനാക്കി വളർത്തിയെടുക്കാൻ അപ്പനും അമ്മയും ഒത്തിരി ത്യാഗം ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുക. കാരണം അവർക്ക് സാമ്പത്തികമായിട്ട് അവർ അധ്വാനിച്ച് ജീവിക്കുന്ന മനുഷ്യർ. അച്ഛനായിരുന്നു, അമ്മ തയ്യൽക്കാരത്തിയായിരുന്നു. യേശുപിതാവിന് അപ്പോൾ ആ ജോലിയെല്ലാം മകനെ പഠിപ്പിച്ച് ആ മകനെ കൂടെ കൊണ്ടു നടന്ന് ആ ദൈവത്തെ ഒട്ടും അങ്ങോട്ടും മാറാൻ പാടില്ലല്ലോ. അപ്പോൾ മനുഷ്യത്വം മാറാൻ പാടില്ല, ദൈവമനുഷ്യനാണല്ലോ. അപ്പോൾ ഈ രണ്ടിനെയും കൂടെ ഒരേ ക്രമത്തിൽ ഈക്വലായിട്ട് കൊണ്ടുപോയിട്ട് വളർത്തി 33 വയസ്സ് വരെ കുരിശിൻ ചവിട്ട് വരെ എത്തിച്ചു കൊടുക്കണമെങ്കിൽ നല്ല കഷ്ടപ്പാട്. അപ്പോൾ യേശുപിതാവ് എന്നാ മരിച്ചതെന്നൊക്കെ അറിയത്തില്ല. പക്ഷേ അന്ന് മാതാവ് മാത്രമേ ഉള്ളൂ ആ കുരിശ് മരണ സമയത്ത്. പക്ഷേ യേശുപിതാവ് വളർത്തി ഡെവലപ്പ് ചെയ്തെടുത്ത് ഈശോയെ ശരിക്കുള്ള ആ അസ്തിത്വം, ആ ദൈവ മനുഷ്യൻ്റെ അസ്തിത്വത്തിലേക്ക് വളർത്തിയെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ യേശുപിതാവിൻ്റെ ഒരു ഭാഗം അത്. എനിക്ക് പിന്നെ മറ്റൊന്ന് ചിന്തിക്കുന്ന, ആ ഉണ്ണീശോ ജനിച്ചു, ഹെറോദോസ് ശിശുവിനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നു. ശിശുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് തൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമോ, ഈ രാജാവ് വളർന്നു വരുമ്പോൾ എൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമോ പേടിച്ചിട്ട് ഹെറോദോസ് പെട്ടെന്ന് ആ 2 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളെല്ലാം കൊല്ലുന്നു. അപ്പോൾ കൊല്ലുന്നതിന് തലേദിവസം തന്നെ രാത്രിക്ക് ആ സ്വപ്നത്തിൽ വീണ്ടും ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് യേശുപിതാവിനോട് പറയുന്നുണ്ട്, വേഗം ശിശുവിനെ എടുത്ത് ഈജിപ്തിലേക്ക് പോയി പോകാൻ. ആ രാത്രിക്ക് എങ്ങനെ ഓടിപ്പോകാനായി പറയാം? മഴയുണ്ടായിരുന്നോ? മഞ്ഞിൻ്റെ കാലമല്ലേ അത്? ശരി, മഞ്ഞിൻ്റെ കാലം. ആ മഞ്ഞത്തെ തണുപ്പത്ത് ഈ കുഞ്ഞിനെ പൊതിഞ്ഞ് കെട്ടി അവിടുന്ന് എഴുന്നേറ്റ് ഓടാൻ പറഞ്ഞു. എൻ്റെ ചിന്തിച്ച് നോക്കണം നമ്മളത്. അന്ന് യാതൊരു ഫെസിലിറ്റി ഇല്ല. അപ്പോൾ ആ രാത്രി ആ കുഞ്ഞിനെ എങ്ങനെ എത്ര ദൂരം വരെ കൊണ്ടുപോയി കാണും? ഈ രാജാവിൻ്റെയും രാജഭടന്മാരുടെയൊക്കെ കണ്ണിപ്പെടാതെ പെട്ടെന്ന് ഈജിപ്തിലേക്ക് പോകുകയെന്ന് പറഞ്ഞാൽ ഈജിപ്തും ഈ ബത്ലഹേം തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ടാവും. എന്നിട്ട് അവിടെയും അതും യേശുപിതാവ് അതിനെ നേരിട്ടു എന്നുള്ളതാണ്. നിശബ്ദനാണ്, പക്ഷെ ഒന്നും മിണ്ടുന്നില്ല, ഒന്നും മിണ്ടാതെ കാര്യങ്ങൾ ചെയ്യുക. നിശബ്ദനായിട്ട് ഇന്ന് കുറേ അപ്പന്മാരും അമ്മമാരും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. നിശബ്ദമായിട്ട് സഹനങ്ങൾ സഹിച്ച് മക്കൾ പറയുന്ന അഹങ്കാരവും അവരുടെ വെറുപ്പും അവരുടെ ആ ധിക്കാരം എല്ലാം സഹിച്ചിട്ട് മിണ്ടാതെ നടന്ന് കുടുംബം തകർന്നു പോകാതിരിക്കാൻ നിശബ്ദമായിട്ട് പോകുന്ന ഒത്തിരി അപ്പന്മാരുണ്ട്, അമ്മമാരുണ്ട്. അവർക്കൊക്കെ മധ്യസ്ഥം പറയാവുന്ന ആളാണ് യേശുപിതാവ്. ആ ഈജിപ്തിലെത്തി, അവിടെ താമസിച്ചു, വീണ്ടും തിരിച്ച് പറയുക, അദ്ദേഹം പറയാം, നീ തിരിച്ചു പോക്കോ, വീണ്ടും തിരിച്ചു പോരും. ആ ദൈവത്തിൻ്റെ വാക്കുകൾ. അതേപോലെ ആദ്യം പരിശുദ്ധ മറിയം ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു മാനസിക വിഷമം ഉണ്ടല്ലോ. ആ സമയത്ത് അവൻ നീതിമാനായകയാലും അവളെ പരിശുദ്ധ മറിയത്തിനെ പബ്ലിക്കായിട്ട് അപമാനിക്കാൻ തയ്യാറില്ലാത്തത് കൊണ്ടും രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ആ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച സമയത്ത് എന്തുമാത്രം ടെൻഷൻ എടുത്തിട്ടുണ്ടാവും. ഞാൻ ഇഷ്ടപ്പെട്ട പെണ്ണായിരുന്നു, ഞാൻ വിവാഹനിശ്ചയം നടത്തി കഴിഞ്ഞാൽ ഞാൻ എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അവളെപ്പറ്റി, ഒരു കുടുംബം തുടങ്ങുന്നത്. ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവത്തില്ലേ? ഇപ്പോഴത്തെ നമ്മുടെ യൂത്തിൻ്റെ പോലെ ചിന്തിച്ച് നോക്കി. എന്നിട്ട് പെട്ടെന്ന് ഇവൾ ഗർഭിണിയെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഷോക്ക്, അതൊരു വലിയ ഷോക്കല്ലേ? ആ ഷോക്ക് എന്നിട്ടും അവളെ കുറ്റം. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും അറിഞ്ഞെങ്കിൽ നമ്മൾ മീഡിയയെ വിളിക്കും, അത് ചെയ്യും ഇത് ചെയ്യും, വാട്സപ്പിലിടും ഫേസ്ബുക്കിലിടും, അല്ലെങ്കിൽ വേണ്ട അറ്റ്ലീസ്റ്റ് നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ഉള്ളവരെങ്കിലും അറിയിക്കില്ല, അപ്പനോട് അമ്മ അങ്ങനെ ആരെ അറിയിക്കാതെ വളരെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ആ സമയത്തുണ്ടായ ടെൻഷൻ അറിയിച്ചു. അതിനെയും റിക്കവർ ചെയ്തപ്പോൾ അവിടെയും ദൈവം ഇടപെടുവാണ്. മലാക്ക വരുന്നു, നീ ഭയപ്പെടേണ്ട, വിഷമിക്കേണ്ട, മറിയത്തെ നീ സ്വീകരിച്ച ഭാര്യയായിട്ട് അവൾ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവ് മുഖേനയാണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് അതിനെ അങ്ങോട്ട് തിരിച്ചൊരു ചോദ്യം പോലും ഇല്ലാതെ, എന്നാണെങ്കിൽ ഉടനെ DNA ടെസ്റ്റിൻ്റെ കാര്യത്തിലൊക്കെ നോക്കാം. പക്ഷെ അന്ന് യാതൊരു സംശയത്തിനും ഇട കൊടുക്കാതെ ആ ദൈവത്തിൻ്റെ വാക്കിനെ അങ്ങനെ തന്നെ സ്വീകരിച്ചിട്ട്, എനിക്ക് തോന്നുന്നു അബ്രാഹത്തിൻ്റെ വിശ്വാസികളുടെ പിതാവ് അബ്രാഹം എന്നൊക്കെ പറയുന്ന പോലെ യോസേപ്പ് പിതാവിനെ അങ്ങനെ വിളിക്കാൻ പറ്റിയല്ലേ? യോസേപ്പ് പിതാവ് അങ്ങനെ തന്നെ ഈ 2, 3, 4 പ്രതിസന്ധികളെയും ദൈവം നേരിട്ട് ഇടപെടുക. അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് നസറത്തിലോട്ട് പോകും, ഈജിപ്തിലോട്ട് പോകും, ഇവളെ ഗർഭിണിയായ നിൻ്റെ പെണ്ണിനെ നീ സ്വീകരിച്ചോ, ഇങ്ങനെയൊക്കെ പറയുമ്പോഴും മറുത്തൊരു ഉത്തരം പറയുന്നില്ല, നിശബ്ദനാണ്. ബൈബിളിൽ സംസാരിക്കാത്തൊരു വ്യക്തി ആകെയുള്ളത് യോസേപ്പ് പിതാവാണ്. എനിക്ക് ഒന്നും സംസാരിച്ചായിട്ട് പറയുന്നുമില്ല, എല്ലാം പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാം നിശബ്ദതയിലൂടെ നടന്നു പോയത്. അതുകൊണ്ടാണ് നീതിമാൻ അങ്ങനെയൊക്കെ ആയിരിക്കും നീതിമാനായത്. അപ്പോൾ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന് പറയുന്നത്. അപ്പം യേശു എന്ന ഒരു പേരിട്ടപ്പോഴാണ് അപ്പനായി മാറിയത്. അന്ന് അപ്പന്മാരാണ് മക്കൾക്ക് പേരിടുന്നത്. അപ്പോൾ യേശു എന്നവൻ വിളിക്കപ്പെടണം, ഇമ്മാനുവൽ, നമ്മോട് കൂടെ വസിക്കുന്ന ദൈവം എന്നുള്ള അർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് അവൻ വിളിക്കപ്പെടും. അവന് നീ യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞപ്പോൾ ജോസഫ് ഡെലിവറി കഴിഞ്ഞു. അത് ഈശോയ്ക്ക് യേശു എന്ന് അവൻ പേരിട്ടു എന്നാണ് വചനാവസാനം പറയുന്നത് സുശേഷം. അപ്പോൾ യേശു എന്ന പേരിടലിലൂടെയാണ് ജോസഫ് ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ടവന് ആയി മാറുന്നതെന്ന് വചനം പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും യേശുപിതാവിനെ പറ്റി ഒത്തിരി കഥകളൊക്കെയാണ്, വടി പൂത്ത കഥയൊക്കെ ഒത്തിരി വേറെ ഉണ്ട്. പക്ഷേ ഇത് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്രയുള്ള കാര്യങ്ങളെയും പറയുമ്പോൾ യേശുപിതാവ് എന്നും നീതിമാനായിരുന്നു, നല്ല
നല്ലൊരു അപ്പനായിരുന്നു, നല്ലൊരു ഭർത്താവായിരുന്നു. പ്രതിസന്ധികളെ നേരിടാൻ എല്ലാ രീതിയിലും അറിയാവരെന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ആഴപ്പെട്ട് ദൈവത്തെ സംശയിക്കാതെ വിശ്വാസത്തോടു കൂടി ജീവിച്ച ഒരു വലിയൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു എന്ന് യോസേപ്പിതാവ് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. രഹസ്യങ്ങൾ വെളിപ്പെട്ടപ്പോൾ ജോസഫ് ദൈവദൂതൻ പറഞ്ഞ പോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. ജോസഫിൻ്റെ വ്യക്തിത്വത്തെ സുശേഷൻ ഉയർത്തിക്കാട്ടുന്നു. ജോസഫ് നീതിമാനായിരുന്നു. മറിയത്തിൻ്റെ വിശ്വസ്തതയെ പരസ്യമായി ചോദ്യം ചെയ്യാതെ മറ്റുള്ളവരുടെ മുമ്പിൽ അവളെ അപമാനിക്കാനും കല്ലെറിയപ്പെട്ട് അവൾ മരിക്കാതിരിക്കാനുമായി അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു. ജോസഫിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരുന്നു. ജോസഫിനെ യേശുവിൻ്റെ വളർത്തിപ്പിതാവായി നിയോഗിക്കുന്നു. അപ്പോൾ പിന്നെ അതിനു മുമ്പ് പറഞ്ഞു പിന്നെ യേശുപിതാവ് എങ്ങനെയായിരിക്കണം ഒരു പക്ഷെങ്കിൽ യൂദായിലെ ബത്ലഹേമിൽ എത്തിപ്പെട്ടതെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു പക്ഷെങ്കിൽ യേശുപിതാവിൻ്റെ അപ്പനും വല്യപ്പന്മാരൊക്കെ ഉള്ള പാരമ്പര്യമായിട്ടുള്ള സ്ഥലമായിരുന്നായിരിക്കാം ബത്ലഹേം. ഇല്ലെങ്കിൽ യേശുപിതാവിനോട് സ്ഥലം ഉണ്ടായിരുന്നായിരിക്കാം, അല്ല ഉണ്ടായിരിക്കുക. അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം യേശുപിതാവ് അവിടേക്ക് പേരെഴുതാൻ പോകേണ്ട അവസ്ഥ ഉണ്ടായത്. അപ്പോൾ ഓക്കെ, ഞാനിപ്പം എല്ലാവർക്കും ഈ യേശുപിതാവിൻ്റെ തിരുനാൾ മംഗളങ്ങൾ നേരുന്നു. എല്ലാവർക്കും ഒത്തിരി അനുഗ്രഹം ഉണ്ടാകട്ടെ. യേശുപിതാവിനോട് മധ്യസ്ഥം പറഞ്ഞ് പ്രാർത്ഥിക്കുക. മറ്റുള്ളവരെ യേശുപിതാവിൻ്റെ നന്മ അറിയിക്കുക. ഒത്തിരി കഷ്ടപ്പെടുന്ന അപ്പന്മാരും അമ്മമാരും കുടുംബജീവിതക്കാരും തൊഴിലാളികളും തൊഴിലാളികളുടെ മധ്യസ്ഥനൊക്കെ ഒത്തിരി രീതിയിൽ യുവതീയുവാക്കന്മാർക്ക് മധ്യസ്ഥം പറയാം, തൊഴിലാളികൾക്ക് മധ്യസ്ഥം പറയാം, കുടുംബജീവിതക്കാർക്ക് മധ്യസ്ഥം പറയാം, രോഗികൾക്ക് മധ്യസ്ഥം പറയാം, ഇനി എന്തൊക്കെ വേണം, ഉറക്കമില്ലാത്തവർക്ക് മധ്യസ്ഥം പറയാം. അങ്ങനെ പലരും നിദ്രയിലാണല്ലോ എപ്പോഴും മെസ്സേജ് മല കൊടുത്തുകൊണ്ടിരുന്നത്. എല്ലാം എൻ്റെ വന്ന ചിന്തകളും ദൈവവചന കാര്യങ്ങളെല്ലാം കൂടെ മിക്സാക്കിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. കുറവുകളൊക്കെ ഉണ്ടായിരിക്കില്ല, ക്ഷമിക്കുക. അപ്പോൾ എല്ലാവരും ഈ യേശുപിതാവിനെ പറ്റി ധ്യാനിക്കുക, യേശുപിതാവിൻ്റെ വ്യക്തിത്വത്തെപ്പറ്റി ചിന്തിക്കുക. നമുക്ക് നല്ല വ്യക്തിത്വമുണ്ടാകും, നമ്മുടെ മക്കൾക്ക് നല്ല വ്യക്തിത്വം ഉണ്ടാകാം. യേശുപിതാവ് എന്നും നമ്മളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. നിത്യപിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തന്നെ ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുവൻ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആണമേ. അന്നു വേണ്ടുന്ന ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ച പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാവരുടെ ദുഷ്ടാരൂപിൻ്റെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി മഹത്വം എന്നേക്കും അങ്ങയുടേതാവുന്നതാണ്. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദൃത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിന്റെ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.